ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കുക്കർ മുട്ടക്കറിയാണ്. ഞാനിവിടെ ഒരു 3 സവാള എടുത്തിട്ടുണ്ട്. സവാള ഇതുപോലെ ചെറുതായി നീളത്തിൽ അരിഞ്ഞെടുക്കുക. കൂടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, തക്കാളി, മല്ലിയില എന്നിവ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ അരിഞ്ഞു വെക്കുക. അടുത്തതായി ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ആഡ് ചെയ്ത് വെക്കുക. അടുത്തതായി നമുക്കൊരു കുക്കർ എടുത്ത് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 1 ടീസ്പൂൺ കടുകിടുക. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ചേർത്ത് നന്നായിട്ട് ഇളക്കാം. അതൊന്ന് അതായത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും മൂത്ത മണം വരുന്ന സമയത്ത് നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ചിരുന്ന സവാള ഇതിലേക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് അതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് ഒരു 2 മിനിറ്റ് ഇളക്കാം. സവാള ഒന്ന് നന്നായി വാടി വരുമ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് ഇളക്കണം. പൊടി ചേർക്കുന്ന സമയത്ത് നമ്മൾ ഗ്യാസ് മീഡിയം ഫ്ലെയിമിലായിരിക്കണം ഇടേണ്ടത്. ഇല്ലെങ്കിൽ പൊടി ഒന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ടാണ് കേട്ടോ. പൊടി മൂത്തതിന് ശേഷം ഇതിലേക്ക് തക്കാളി കൂടി ചേർത്ത് നല്ലോണം ഇളക്കി ഒരു 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കുക്കർ അടച്ചു വെച്ച് 2 വിസിൽ വരുന്നത് വരെ കാത്തിരിക്കുക. വിസിൽ മുഴുവനായും പോയതിന് ശേഷം അടപ്പ് തുറന്ന് നല്ലോണം ഇളക്കി അതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്കതൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മുട്ടക്കറിയുടെ ടേസ്റ്റ് നൽകും. അതുകൊണ്ടാണ് അത് ആഡ് ചെയ്യുന്നത്. പിന്നീട് പുഴുങ്ങി വെച്ച മുട്ട ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്യുക. ശേഷം ആദ്യം അരിഞ്ഞു വെച്ച മല്ലിയില കൂടി ആഡ് ചെയ്യാം. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് അവോയ്ഡ് ചെയ്യാം. ശേഷം നമുക്കിത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. ഇത് ചപ്പാത്തിയുടെയും ഇടിയപ്പത്തിൻ്റെയും പൂരിയുടെയും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയ പുതിയ ഡിഷസിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്